പതിവ് പോലെ തന്നെ അമ്മയുടെ ബഹളം അടുക്കളയിൽ തുടങ്ങി. എനിക്കെങ്ങും വയ്യ ഇങ്ങനെ വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എത്ര നാളെന്ന് വെച്ചാൽ ഞാനിവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടുക. നിന്നോട് ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോഴും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ, നീ ഒരു വിവാഹം കഴിക്ക്. എത്ര കാലമായി ഞാൻ ഇത് തന്നെ പറയണം. എൻ്റെ അമ്മയെ ഒന്നും ശരിയാവാഞ്ഞിട്ടല്ലേ. എല്ലാവർക്കും ഗൾഫിൽ പെണ്ണിനെ കൂടെ കൊണ്ടുപോകുന്ന ചെക്കനെ മാത്രം മതി, അല്ലാതെ നമ്മളെ പോലുള്ളവരെ വേണ്ട. ഞാൻ എന്നെ അവിടെ ജീവിക്കാൻ പെടുന്ന പാട് എനിക്കേ അറിയാവൂ, എന്നിട്ടല്ലേ ഒരു പെണ്ണിനെ കൂടെ. ശരി, അമ്മയുടെ വാക്ക് അനുസരിച്ചില്ല എന്ന് വേണ്ട, ഇന്ന് ഒന്ന് ഇറങ്ങിയിട്ട് തന്നെ കാര്യം. അങ്ങനെ ബ്രോക്കർ സുധാകരേട്ടൻ്റെ വഴി ഒരു വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ വലിയൊരു അങ്കണത്തിലേക്കാണ് എൻ്റെ കാർ ചെന്ന് എത്തിയത്. കാറെന്ന് വെച്ചാൽ സ്വന്തം കാറൊന്നല്ല കേട്ടോ, വാടകയ്ക്ക് എടുത്ത കാറാണ്. എങ്കിലും ഒരു ഗൾഫുകാരനല്ലേ, പത്രാസിന് യാതൊരു കുറവും വേണ്ട. മുറ്റം നിറയെ പച്ച പരവതാനി വിരിച്ചിരിക്കണു. വീടാണെങ്കിൽ ബംഗ്ലാവിനൊക്കെ തക്കെയുള്ള വീട് തന്നെ. എന്തായാലും ഒന്ന് കയറി നോക്കാം, ഒത്താലൊത്ത്. അങ്ങനെ വീടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് വരവേൽപ്പുണ്ടായി. വരവേൽപ്പെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഒരു ആദരവോടെയുള്ള പെണ്ണിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. കൂടെ സുധാകരേട്ടനുണ്ട്, മറ്റാരും തന്നെ ഇല്ല. കാരണം എപ്പോഴും ഈ കാരണവന്മാരൊക്കെ കൂട്ടിക്കൊണ്ടുപോയാൽ തന്നെ സ്ത്രീധനം എന്ത് കിട്ടുമെന്ന് ചോദിച്ച് എൻ്റെ ഉള്ള പെണ്ണിനെയും കൂടെ കളയും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആരെയും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പതിവ് പോലെ തന്നെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് പെണ്ണ് ചായയൊക്കെ കൊണ്ടുവന്നു. നല്ല ബേഷായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണിൻ്റെ പിതാവിൻ്റെ ഒരു ചോദ്യം, എത്ര വരെ പഠിച്ചു? ഡിഗ്രി എന്ന് കേട്ടിട്ടോ. ഓ ഡിഗ്രിയോ, ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ എന്ത് ജോലിയാണ് കിട്ടുക? അപ്പോൾ ഗൾഫിൽ കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലേ. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നൊരു ഉത്തരം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നടക്കാനൊന്നും പോകുന്നില്ലാണ്. വെറുതെ വണ്ടിക്കൂലി പോയത് മെച്ചെന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴാണ് ഒരാൾക്കൂട്ടം കണ്ടത്. അത്ര വലിയ വീടൊന്നുമല്ല, ചെറിയൊരു ഒറ്റ നില വീടാണ്, ഒരു ഓടിട്ട വീട്. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് സുധാകരേട്ടൻ അവിടെ വണ്ടി നിർത്തിച്ചു. അപ്പോൾ പിന്നെ കൂടെ ഞാനും അങ്ങോട്ടേക്ക് പോയി. വേറെ പണിയൊന്നും പ്രത്യേകിച്ച് ചെന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേഗം തന്നെ അങ്ങോട്ടേക്ക് യാത്രയായി. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വല്യമ്മ അവിടെയുണ്ട്. വല്യമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധാകരേട്ടൻ വല്യമ്മേനോട് ചോദിച്ചു, എന്താ വല്യമ്മ പ്രശ്നം, ഇവിടെ എന്താ തല്ലൊക്കെ ഉണ്ടായോ, ആൾക്കാരൊക്കെ കാണുന്നു? എൻ്റെ മോനെ ഒന്നും പറയണ്ട, എൻ്റെ മോളെ വിവാഹം കഴിഞ്ഞ് നല്ലൊരു ചെറുക്കനായിരുന്നു. മോള് സ്നേഹിച്ച് കഴിച്ചതാണ്, പക്ഷേ എങ്കിലും നല്ല സ്നേഹമുള്ള ഒരുത്തനായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ദൈവത്തിൻ്റെ ഓരോ കളി എന്ന് പറയുന്നത് പോലെ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ എൻ്റെ മോളെ ഭർത്താവ് പോയി. അവൾക്കൊരു കൊച്ചിനെയും കൊടുത്തിട്ടാണ് അവൻ പോയത്. അവൻ മരിച്ചതിന് ശേഷം 2 കൊല്ലത്തോളം അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും കൂടെ ഒരു നല്ല കല്യാണം കഴിപ്പിച്ചതാണ്. ചെക്കൻ കാണുമ്പോൾ ഒക്കെ നല്ലതായിരുന്നു, പെരുമാറ്റം എല്ലാം നല്ലേനും. പക്ഷെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി. അവനങ്ങനെ അവളെ മോളും കൂടെ വലുതാകുമ്പോൾ അവളെ മോളെയും കൂടെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള അടിയായി. അങ്ങനെ എപ്പോഴും അടിയും വഴക്കുമായിട്ട് അവളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കല. ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഇവിടെയും അവൻ കയറി വന്നിട്ട് കച്ചറയാക്കൽ തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സമാധാനമില്ല മോനെ. സുധാകരേട്ടൻ വെറുതെ കുശലമൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വരാൻ പോകുമ്പോൾ ഞാൻ അകത്തേക്ക് ചെന്ന് വല്യമ്മേനോട് ചോദിച്ചു, വല്യമ്മ എനിക്ക് വലിയൊരു പണവും പത്രാസൊന്നുമില്ല, ഞാനൊരു ഗൾഫുകാരനാണ്. പക്ഷെ നിങ്ങളെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. കല്യാണിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? ഞാൻ ഒരിക്കലും അവളുടെ കണ്ണ് നനയാൻ വേണ്ടിയിട്ട് ഇടവരത്തില്ല. അത് കേട്ടതും വല്യമ്മക്ക് വലിയ സന്തോഷമായി. പക്ഷെ മോളുടെ സമ്മതം ഇല്ലാതെ എങ്ങനെയാ മോനെ ഞാൻ നിന്നോട് പറയാം? അങ്ങനെ കല്യാണിയെ അടുത്ത് വിളിച്ച് അവളോട് സമ്മതം ചോദിച്ചു. മൗന സമ്മതം എന്ന് കരുതി അവളുടെ ആ ചിരിയിലുണ്ടായിരുന്നു അവനോടുള്ള ഇഷ്ടം. അങ്ങനെ കല്യാണമൊക്കെ ഉറക്കേണ്ട രീതിയിലായി. പെങ്ങന്മാരെയും അതുപോലെ തന്നെ കാരണവന്മാരെയും അമ്മയും ഒക്കെ കൂട്ടി വന്നു. അമ്മ അവളെ കണ്ടപ്പോഴേ ഫ്ലേറ്റായി. കാരണം എന്താ വെച്ചാൽ അത്രയും സുന്ദരിയായിരുന്നു അവൾ. അമ്മയുടെ വീക്ക്നെസ് മുടിയാണ്. ആ മുടിയിൽ തന്നെ അമ്മ വീണു. മുട്ടറ്റം വരെയുള്ള മുടിയാണ് കല്യാണിക്ക്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ ഉറപ്പിച്ചു. ചില അസൗകര്യങ്ങൾ കാരണം സായിയും കല്യാണിയും തമ്മിലുള്ള വിവാഹം 6 മാസത്തേക്ക് നീട്ടിവെച്ചു. സായിക്കാണെങ്കിൽ 1 മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഏകദേശം തീരാറുമായി.
അപ്പോൾ അവനും അവൾക്കും തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് സായി അവൾക്കൊരു മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത്യാവശ്യം വിലയൊക്കെയുള്ള ഫോൺ തന്നെയായിരുന്നു. അങ്ങനെ സായിയുടെ ലീവ് കഴിഞ്ഞ് സായി ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. അവർ ഇരുവരും ഒരുപാട് ഒരുമിച്ച് സംസാരിച്ചു, അതായത് ഫോണിൽ കൂടി ഒരുപാട് സംസാരിച്ചു. പക്ഷെ ഇന്നേ വരെ ഒരു അശ്ലീലമായ ഒരു വാക്ക് സായി കല്യാണിയോട് പറഞ്ഞിട്ടില്ല. കല്യാണി എങ്ങനെയൊക്കെ പഠിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ഇരിക്കുകയാണ് PSCയുടെ റിസൾട്ട് വന്നത്. അങ്ങനെ അവൾക്ക് അതിലൊരു നല്ലൊരു ടീച്ചർ ജോലിയും കിട്ടി. അപ്പോൾ പിന്നെ ഇനി സായിക്ക് ഒന്നും ചിന്തിക്കാനില്ല, അവളുടെ ജീവിതം ഭദ്രമായി എന്ന് തന്നെ കരുതാം. അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം 3 മാസം കഴിയാറായി. വിവാഹത്തിന് ഇനി വെറും 3 മാസം കൂടിയേ ഉള്ളൂ. സായിക്ക് അതിനൊത്ത ടെൻഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ കല്യാണിക്ക് വളരെയധികം ടെൻഷനുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും കല്യാണിയുടെ ടെൻഷൻ കൂടിക്കൂടി വന്നു. മറ്റൊന്നിനെ കുറിച്ചും ആലോചിച്ചിട്ടല്ല, അവൾക്ക് ആ ഒരു രാത്രി ആദ്യ രാത്രിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ മുഴുവൻ. കാരണം അവൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും ആളില്ല. ഒരു വല്യമ്മയും അമ്മയാണുള്ളത്. അവർ ഇത്തരം കാര്യങ്ങളൊന്നും അവളോട് സംസാരിക്കില്ല. അതുപോലെ തന്നെ സായി ചേട്ടനാണെങ്കിൽ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കില്ല. സാധാരണയുള്ള വർത്താനം അല്ലാണ്ട് ഒരു ഉമ്മ പോലും അനാവശ്യമായിട്ട് ചോദിച്ചിട്ടോ ഞാൻ നൽകിയിട്ടോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാം? സായിയേട്ടന് ഇതൊക്കെ ഇഷ്ടമാവോ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ബുക്കുകളൊക്കെ ഇടയ്ക്കൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ മറ്റൊന്നും ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുമില്ല. എനിക്കാരും പറഞ്ഞു തന്നിട്ടുമില്ല. എന്താ ഇപ്പം ചെയ്യാം? എന്തായാലും ഐശ്വര്യയെ വിളിച്ചു നോക്കാം. കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഐശ്വര്യ. അവളുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യവും കല്യാണിയുടെ ജീവിതത്തിലില്ല. തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ ഐശ്വര്യയെ വിളിച്ച് കല്യാണി കുറേ സംസാരിച്ചു. അതിനിടയിൽ അവൾ ഈ ഒരു പ്രശ്നം എടുത്തിട്ടു. എടി, എനിക്ക് പേടിയാവുന്നടി, വിവാഹമൊക്കെ അടുത്തില്ലേ, എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു ഭയം. നീ എന്തിനാടി പേടിക്കുന്നത്? നിനക്ക് നല്ലൊരു ജോലിയുണ്ട്, നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവും നിനക്കില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അതല്ലടി, എനിക്ക് ആ രാത്രിയെ കുറിച്ചിട്ടാണ് എനിക്ക് പേടി. അതോ, ജീവിതത്തിൽ ഒരാളും ആ ഒരു രാത്രി മറക്കില്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണും. അവളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുഖങ്ങളിൽ ഒന്നായിരിക്കും ആ രാത്രി. അത്രമാത്രം നീ അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നീ നേരിൽ അറിയേണ്ടത് തന്നെയാണ്. എന്നാലും എടി, നീ പൂടി വേണേ, നീ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അപ്പം നിൻ്റെ സായിയേട്ടൻ ഇതൊന്നും സംസാരിക്കാറില്ല? ഇല്ലടി, ഇതൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. അയ്യേ, പിന്നെ നിങ്ങൾ എന്താ ഈ 3 മാസം സംസാരിച്ചത്? ഞങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാടി സംസാരിക്കാറ്. നിനക്കറിയില്ലേ എൻ്റെ അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ? ഞാൻ എപ്പോഴും അതൊക്കെ പറയും, സായിയേട്ടൻ അതൊക്കെ സമാധാനിപ്പിക്കും. മറ്റൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. എന്തായാലും നീ ത്രില്ല് കളയണ്ടടി, അതുകൊണ്ടായിരിക്കും സായി ചേട്ടൻ നിന്നോട് ഇതൊന്നും സംസാരിക്കാത്തത്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഇതറിഞ്ഞാൽ മതി, അതായിരിക്കും നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് അദ്ദേഹം പറയാത്തത് കൊണ്ട് ഞാനും പറയാനില്ല, നീ മറ്റെന്തെങ്കിലും സംസാരിക്കടി. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് സംസാരിച്ചു. അങ്ങനെ കല്യാണിയുടെ വിവാഹത്തിൻ്റെ 2 നാൾ മുന്നേ എത്തി. അതായത് ഇനി വെറും 2 ദിവസം മാത്രമേ കല്യാണിയുടെ വിവാഹത്തിനുള്ളൂ. കല്യാണിക്കാണെങ്കിൽ ഒന്നും അറിയാത്തൊരവസ്ഥ. അവൾ ആരോടൊന്ന് ചോദിക്കുക, ഐശ്വര്യയാണെങ്കിൽ ഒന്നും പറയുന്നില്ല താനും. അവൾക്കൊരു ധൈര്യത്തിന് ഐശ്വര്യ വേണമെന്നുണ്ടെങ്കിലും കൂടെ അവൾക്ക് വരാനാവില്ല. കാരണം അവൾ ഹസ്ബൻഡിൻ്റെ കൂടെ USA അങ്ങനെയാണ് വിവാഹ തിരക്കിന് വീട്ടിലെ ആളുകളൊക്കെ വന്നു തുടങ്ങി. അധികമൊന്നും ഘോഷത്തിലില്ലെങ്കിൽ കൂടെ ഒരു കല്യാണ വീടിൻ്റെ ഓളം കൂട്ടാനുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഐശ്വര്യയുടെ ഒരു കസിൻ അവിടെ വന്നത്. അവൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കസിന് തന്നെയാണ്. അവളുടെ പേര് രേവതി എന്നാണ്. അങ്ങനെ രേവതിക്ക് അവളുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി. രേവതി അവളോട് ചോദിച്ചു, എന്താ കല്യാണി, നിനക്ക് ഇത്രയും വലിയ പ്രശ്നമാണ്? നാളെ നിൻ്റെ കല്യാണമില്ലേ, നിനക്ക് ആ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. അങ്ങനെ കല്യാണി അവളോട് മനസ്സ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതായിരുന്നോ കാര്യം? എനിക്ക് ആ രാത്രിയെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാതെ